ഞാൻ ലജ്ജ കൂടാതെ പ്രസംഗിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഒരു പ്രത്യാശ എനിക്കുണ്ട് പ്രിയപ്പെട്ടവർ. എന്താണെന്നറിയാമോ? ഇന്ന് ഞാൻ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്തേക്കാം, യേശുക്രിസ്തു മടങ്ങി വരാം. പക്ഷെ എന്താണ്? ആ തേജസ് പൂർണ്ണരായിരിക്കുന്ന കർത്താവിനോട് കൂടെ 1000 ആണ്ടി ഭൂമി വാഴുകയും അതിനുശേഷം ലോകാവസാനത്തിൽ ദൈവത്തോടു കൂടെ എന്നേക്കും ജീവിക്കുകയും ചെയ്യാമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് സുവിശേഷം പറയുന്നത്. അല്ലാതെ അന്തരീക്ഷത്തിൽ വെറുതെ വൃത്തം വരയ്ക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നല്ല. നല്ല ഉറപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് മരിക്കുകയോ ഞാൻ എന്താണ് ഇന്ന് ക്രിസ്തു വരികയോ ചെയ്താൽ ഞാൻ എന്റെ കർത്താവിനുള്ളവനാണ്, ഞാൻ ദൈവത്തിനുള്ളവനാണ്, നല്ല വ്യക്തമുണ്ട്. എന്നെ മാനസാന്തരത്തിലേക്ക് വരുമ്പോൾ ദൈവം ഒരു വചനം പറഞ്ഞ വിളിച്ചത്, നീ എനിക്കുള്ളവൻ തന്നെ. അതേ പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവത്തിനുള്ളവനാണ്, യേശുക്രിസ്തുവിനുള്ളവൻ. നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ആകിയാൽ പ്രിയപ്പെട്ടവരെ, സ്നാനമേറ്റ ആത്മാവിനെ പ്രാപിച്ചവര് അങ്ങനെ സ്നാനമേറ്റവരോട് ചേർന്ന് വേണം കൂട്ടായ്മ ആചരിക്കാൻ. അവരെ വിശുദ്ധന്മാരും ദൈവം പറയുന്നു. ആ വിശുദ്ധന്മാരെ തേടി അല്ലെങ്കിൽ ഓരോ ദിവസം നാൾ കഴിയുന്തോറും തന്നെത്താൻ ശുദ്ധീകരിക്കുന്ന ഈ വിശുദ്ധന്മാരെ തേടി കർത്താവ് മടങ്ങി വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടായിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുകയാണ്. ഇല്ല എങ്കിൽ 1000 ആണ്ട് കഴിഞ്ഞുള്ള ലോകാവസാന ദിവസം നിങ്ങൾ കല്ലറ വിട്ട് എഴുന്നേക്കും. യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇതേപോലെ ഈ പ്രസംഗത്തിന് കണക്ക് തീർക്കുമ്പോൾ അവൻ നിങ്ങളെ നിത്യമാർഗ നരകത്തിലേക്ക് തള്ളിക്കളഞ്ഞാൽ ഒരു പുരുഷന്റെ നെഗളിച്ച കണ്ണുകളൊന്നും ഉയർത്തില്ല, ഒരു പുരുഷന്റെ നെഗളിച്ച കണ്ണുകളൊന്നും ഉന്നത ഭാവം കാണിക്കത്തില്ല. കർത്താവെ പറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിരാശയോടെ ഹതാശയരായിട്ട് നിങ്ങൾ നരകത്തിലേക്ക് എറിയപ്പെട്ടാൽ പുരോഹിതന്മാരുടെ ധൂപപ്രാർത്ഥനയ്ക്കോ പിണ്ടാടിയന്തോ നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. എന്നേക്ക് നിങ്ങൾ ആ തീപ്പൊയ്കയില് ദണ്ഡനത്തിന് അടിമപ്പെട്ട് കിടക്കും പ്രിയപ്പെട്ടവരെ.